ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്ത മാസം ISL ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷമാണ് ISL വീണ്ടും ആരംഭിക്കുന്നത്. പല വിദേശ താരങ്ങളും ISL വിട്ട് മറ്റു പല ലീഗുകളിലേക്കും പോയി. കേരള ബ്ലാസ്റ്റേഴ്സിലാണെങ്കിൽ ലൂണെ അടക്കം കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന എല്ലാ വിദേശ താരങ്ങളും ടീം വിട്ട് കഴിഞ്ഞു. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരങ്ങളായുള്ള ഐമനും അസറും ടീം വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ സൈനിങ്ങുമായി വരുന്നത്. ഒരു ഇന്ത്യൻ സൈനിങ് ആണ് ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. റൗളിൻ ബോർഗസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത്. അപ്പോൾ ഒരുപാട് നിരാശ വാർത്തകൾക്കിടയിൽ ഒരു സന്തോഷ വാർത്തയാണ് ഇതിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകിയത്. ഇപ്പോൾ ഇത് വീണ്ടും മറ്റൊരു സൈനിങ്ങുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിരിക്കുകയാണ്. ഇത് ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിദേശ സൈനിങ് ആണ്. ജർമ്മൻ താരമായിട്ടുള്ള മാർലോൺ റൂസ് ട്രെയിലോ എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു വിദേശ സൈനിങ് ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. താരത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. വളരെ യങ് ആയിട്ടുള്ള പ്ലെയറാണ്. 22 വയസ്സ് മാത്രമാണ് താരത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കൂടാതെ ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് സെൻട്രൽ ഫോർവേഡൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന താരമാണ്. ജർമ്മനിയുടെ അണ്ടർ-18 നാഷണൽ ടീമിൽ കളിച്ചിട്ടുള്ള താരമാണ്. കൂടാതെ അണ്ടർ-17 ബുണ്ടസ് ലീഗിലൊക്കെ 45 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അവിടെ 16 ഗോളുകളും 10 അസിസ്റ്റുകളും താരം നേടിയിട്ടുണ്ട്. അവസാനമായിട്ട് ക്രൊയേഷ്യയിലെ സെക്കൻഡ് ടയർ ലീഗിലാണ് താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ 57 മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട്. 2 ഗോളുകളും 8 അസിസ്റ്റുമാണ് താരം നേടിയിട്ടുള്ളത്. ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു യങ്ങർ ആയിട്ടുള്ള പ്ലെയറാണ്. ഇവിടെ നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് മികച്ചൊരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കറിയാം ഇതൊരു ഷോർട്ട് ടൈം ലീഗാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈ പ്രൊഫൈൽ സൈനിങ് ഒന്നും നമ്മൾ ഈ ഒരു സീസണിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതുപോലൊരു യുവതാരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തത്. ഇനി താരം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് ഫ്യൂച്ചർ കൂടി മുന്നിൽ കണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു മുതൽക്കൂട് തന്നെ ആയിരിക്കും. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ വിദേശ താരങ്ങളും ടീം വിട്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ വർഷം വിദേശ താരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫോറിൻ സൈനിങ് നടന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. എന്തായാലും താരത്തിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ഇനിയും നമുക്ക് സൈനികങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം വെക്കുക.